ഹലോ, ഞാൻ KT കുട്ടൻ, റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫ്രം കേരള സ്റ്റേറ്റ് വെയർഹൗസിംഗ് കോർപ്പറേഷൻ. ഒരു പ്രത്യേക കാര്യത്തിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിർമ്മിതി കേന്ദ്രവും ഹൗസിംഗ് ബോർഡും ചേർന്ന് നിർമ്മാണ മേഖല തൊഴിലാളികൾക്ക് സ്കിൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഏകദേശം 1995 അന്ന് നമ്മുടെ സുരജ് സാറാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ. അദ്ദേഹത്തിന് ഞാനൊരു അപേക്ഷ സമർപ്പിക്കുകയും നിർമ്മാണ മേഖലയിൽ സാങ്കേതിക പരിശീലനം കൊടുക്കാനുള്ള ഒരു റിക്വസ്റ്റ് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. നേരിട്ട് പറഞ്ഞു. അദ്ദേഹം വന്നത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അതിനുശേഷം നമ്മുടെ നെഹ്റു യുവ കേന്ദ്രത്തിൽ പോയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിച്ചു. അവിടെ നിന്നും നല്ലൊരു നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം കിട്ടില്ല. പിന്നെ ഹൗസിംഗ് ബോർഡ്, PWD അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു. അവർക്കൊന്നും നമ്മളെ ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അന്ന് ഞാൻ നിർമ്മാണ മേഖല ഇറങ്ങിയപ്പോൾ കണ്ടൊരു സംഭവം, കന്യാകുമാരി ഭാഗത്തുനിന്ന് തമിഴന്മാർ കുറേ പേര് അന്ന് നമ്മുടെ പല ഭാഗത്തും തൃശ്ശൂരിൻ്റെ കേരളത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്യുന്നുണ്ട്. അവർ വളരെ സ്കില്ലായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്തോ ഒരു കോഴ്സ് പഠിച്ചിട്ടാണ് തോന്നുന്നു വരുന്നു തോന്നുന്നു. അവർക്കൊരു നമ്മൾ സ്കെച്ച് കൊടുത്താൽ മതി, അവർ സെൽഫായിട്ട് വീട് അവർ പണിത് കംപ്ലീറ്റ് ആക്കി തരും. അപ്പോൾ നമ്മുടെ ആൾക്കാരും അന്ന് കേരളത്തിലെ ആൾക്കാർ അന്ന് നിർമ്മാണ തൊഴിലുണ്ട്. അപ്പം അന്ന് ഞാനത് ഒരു ബ്രദേഴ്സ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് സെൻറ്റർ ഒരെണ്ണം ശരിയാക്കുകയും ഏകദേശം ഒരു ട്യൂട്ടർ കോളേജ് അങ്ങനെ വിലക്കെടുത്ത് അങ്ങനെ ഒരു സംരംഭം തുടങ്ങുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അതിനെപ്പറ്റി ആർക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നിർമ്മാണ മേഖലയിൽ സാങ്കേതിക പരിശീലനം ലഭിച്ചിട്ട് ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ആർക്കും താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഏകദേശം അന്യസംസ്ഥാന തൊഴിലാളികൾ ഏകദേശം 50 ലക്ഷം പേര് നിർമ്മാണ മേഖലയിലും പല ഭാഗങ്ങളിലുമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ അതേമാതിരി UK-ലേക്കും ഓസ്ട്രേലിയക്കും പോയിട്ട് അവിടെ പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോബുകൾ പല ജോബുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ അടുത്ത് തൊഴിലില്ലാതെ നിരവധി ചെറുപ്പക്കാരികളും തൊഴിലില്ലാതെ നടക്കുന്നുണ്ട്. നമുക്ക് എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ ചെയ്ത് അതിന്നൊരു വരുമാനത്തിൽ നമ്മുടെ കുടുംബം മാന്യമായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. നമുക്ക് വിദ്യാഭ്യാസം എന്തായിക്കോട്ടെ. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. ദക്ഷിണ കൊറിയയിലെ ഉള്ളി കൃഷിക്ക് വേണ്ടി ഇവിടെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും 5 സ്റ്റാർ ഹോട്ടലിൽ ഇന്റർവ്യൂ നടന്നു. പക്ഷെ വളരെയധികം പ്രൊഫഷണൽസാണ് അവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത്. സാധാരണ ആൾക്കാർ വളരെ കുറവായിരുന്നു. അങ്ങനെ ആ ഹോട്ടലിന്റെ മുമ്പിൽ വളരെയധികം ജനക്കൂട്ടം വന്ന് പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ആൾക്കാരെ ഓടിക്കേണ്ട സിറ്റുവേഷൻ വന്നു. അതിലെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ അവിടെ അങ്ങനെ തൊഴിൽ ചെയ്യാൻ താല്പര്യമില്ല. വിദേശത്ത് പോയിട്ട് എന്തും തൊഴിൽ ചെയ്യാൻ പറ്റും, അവർക്ക് താല്പര്യം ഉണ്ട്. അപ്പോൾ ലേബർ വിസയിൽ നമുക്ക് ഏതൊരു രാജ്യത്തേക്കും പെട്ടെന്ന് നമുക്ക് കടക്കാൻ കഴിയും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദക്ഷിണ കൊറിയയിൽ അവർക്ക് ഈ ലേബർ 2 വർഷത്തെ അഗ്രിമെന്റ് ആയിരുന്നു. ആ ലേബർ വിസയിൽ അവർ ദക്ഷിണ കൊറിയയിൽ കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് 2 വർഷം കഴിഞ്ഞ് അവർക്ക് അവിടെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു തൊഴിൽ അവർക്ക് നേടി അവിടെ സെറ്റിലാവാൻ കഴിയും. ഇതാണ് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു
കൈത്തൊഴിൽ പഠിച്ച് ഒരു തൊഴിലിൽ നല്ല സ്കില്ലും അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷും പഠിച്ച് നമ്മൾ വിദേശത്ത് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ വിസയുടെ എഗ്രിമെൻ്റ് കഴിയുന്ന വരെ അവിടെ നിൽക്കണം. അതെന്താണ് ആ ജോലി ചെയ്യണം. അതിനുശേഷം നമുക്ക് അവിടുത്തെ 2 വർഷത്തിനുള്ളിൽ നമുക്ക് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഭാഷയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമുക്കവിടെ സെറ്റിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ അത് ഏറ്റവും ഷോർട്ട് വേണം അത്. അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമ്മൾ അത് വിദേശത്ത് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കില്ല. അതിൻ്റേതായിട്ടുള്ള കുറേ നിബന്ധനകൾ അതിലേക്ക് നമ്മൾ ചെയ്യണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിർമ്മാണ മേഖലയിൽ നമ്മൾ സാങ്കേതിക പരിശീലനം നേടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റിലും വിദേശത്തും നമുക്ക് മാന്യമായി തൊഴിൽ ചെയ്യാൻ പറ്റും. വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ അത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ളി എക്യുപ്പേഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ അവിടെ പോയി നമ്മളിവിടെ നിന്ന് പരിശീലനം കിട്ടിയാലും അവിടെ നമ്മൾ മിഷനറി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ അവിടെ പരിശീലനം നേടിയാലാണ് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും അവിടെ ഏത് കമ്പനിക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലും അവർ അവിടെ ഒരു സ്കില്ല് ഒരു ട്രെയിനിങ് തന്നതിന് ശേഷമാണ് അവർ ഫീൽഡിലേക്ക് ഇറക്കുള്ളൂ. ഇവിടെ നമ്മൾ എൻജിനീയേഴ്സൊക്കെ നമ്മൾ ലേബേഴ്സിന് വിളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റോഡ് സൈഡിലും തൃശ്ശൂർ ടൗണിലൊക്കെ പോയിട്ട് ലേബേഴ്സിൻ്റെ വണ്ടി കൊണ്ടുവന്ന് വിളിച്ച് നമ്മൾ നേരിട്ട് നമ്മൾ വർക്ക് സൈറ്റിൽ കൊണ്ടുപോവാണ്. അവിടെ അങ്ങനല്ല. അവർ പരിശീലനം കിട്ടിയവർക്ക് മാത്രമാണ് അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സേഫ്റ്റി എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് അത്രത്തോളം സുരക്ഷിതമായിട്ടാണ് നമ്മൾ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ശരിക്കും പറഞ്ഞ ഒരു എൻജിനീയേഴ്സ് സംഘടനയിൽ അംഗമാണ്. ഏകദേശം 10,000-16,000 പേര് നമ്മൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഒരു വർഷം ഒരു എൻജിനീയർ സംരംഭം ഒരു 10 പേർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുകയാണ്.